ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. മനോഹരമായൊരു നല്ല ദിവസം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് ലഭിച്ച മഹാഭാഗ്യത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കലും എൻ്റെ യൗവനകാലത്ത് ഞാൻ ചിന്തിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ലഭിക്കുമെന്ന്. ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തെ അനേകർ കാണിച്ചു കൊടുക്കുവാനും ഉള്ള ഒരു വിളി എൻ്റെ മേൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു ഇത്ര വലിയവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ദൈവം സർവശക്തനാണ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആ ശക്തി ഇറങ്ങുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഞാനിപ്പോൾ അറിയുന്നുണ്ട്, ദൈവം നല്ലവൻ, അവൻ വിശ്വസ്തനാണ്. അവൻ്റെ കരങ്ങളിലേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ അത് തീർച്ചയായിട്ടും അവന് സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. ലോകത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, എൻ്റെ ആത്മാവിൻ്റെ കാര്യം. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെക്കുറിച്ച് എന്ത് കണ്ടുവോ അത് നിവൃത്തിയാകാൻ എൻ്റെ ജീവിതത്തിൽ അവൻ എനിക്ക് വേണ്ടി സകലതും നിവർത്തിക്കുന്നു. വേറെ ദിവസം ഒരു വാക്ക് നമുക്ക് വായിക്കാം. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വർഗത്തിൻ്റെ വലിയൊരു ആഹ്വാനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടൊരു ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര്? ദൈവം ചെയ്ത കാര്യമാണ് പറഞ്ഞത്. സ്വന്തം പുത്രനെ അവൻ ആദരിച്ചില്ല എനിക്ക് വേണ്ടി. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി ഉള്ള ആ വലിയ കാര്യപരിപാടിയിൽ ദൈവം, പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിച്ചില്ല. സ്വന്തം പുത്രൻ്റെ അപേക്ഷ കേട്ടതുമില്ല. നമുക്കറിയാം, ഗെത്സമന തോട്ടത്തിലെ കർത്താവായ യേശു ക്രിസ്തു നിലവിളിച്ചൊരു കാര്യമുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിക്കളയണമെന്ന്. എന്താണ് ഈ പാനപാത്രം എന്ന് പറഞ്ഞത്? പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കണം, കർത്താവ് ഏറ്റവും വിഷമിച്ചത്, ക്രൂശിലേക്ക് പോകാൻ വിഷമിച്ചതിൻ്റെ ഒരേ ഒരു കാര്യം പാപം ചുമക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിനകത്താണ്. അവന് കഷ്ടത അനുഭവിക്കുന്നതിൽ ഒരു വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷേ പാപം തീണ്ടാത്തവൻ, ദൈവസ്വരൂപത്തിലിരിക്കുവൻ, ദൈവ സാദൃശ്യത്തിലിരിക്കുവൻ, ദൈവത്തിൻ്റെ പ്രതിമയായവൻ, ദൈവത്തിൻ്റെ തേജസ്സേറിയ വിശുദ്ധിയുള്ളവൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ജീവനുള്ള പുത്രൻ തമ്പുരാൻ മനുഷ്യവർഗത്തിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ്? മനുഷ്യൻ്റെ പാപം ഏറ്റെടുക്കാനാണ്. ദൈവത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല. ദൈവം നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്. പാപം എവിടെ കണ്ടാലും ദൈവത്തിൻ്റെ മുഖം മാറിക്കളയും. പാപത്തിന് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന് പിശാചുമായിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധം. അവൻ പാപം ചെയ്ത് നിഗളിച്ചവനാണ്, അനുഭവിച്ചവനല്ല. അതുകൊണ്ട് പാപം എവിടെ കണ്ടാലും ദൈവത്തിൻ്റെ മുഖം മാഞ്ഞു പോകും. ആ വലിയ പാപമാണ് പുത്രൻ്റെ മേൽ കൊടുക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാം, ഞാൻ ഈ മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്താൽ ദൈവത്തിൻ്റെ മുഖം മറയുമെന്നറിയാം, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമെന്നറിയാം. അത് സഹിക്കാൻ യേശുക്രിസ്തുവിന് വലിയ പ്രയാസമായിരുന്നു. ഏറ്റവും പ്രയാസമുള്ള കാര്യം അതാണ്. ക്രൂശിലേക്ക് പോകുന്നതല്ല വിഷയം, പക്ഷെ പാപം ഏറ്റെടുക്കുക. ആ പാപം ഏറ്റെടുക്കുമ്പോൾ സാത്താൻ്റെ സകല ആധിപത്യവും നമ്മുടെ മേൽ വരുമെന്നറിയാം, ബന്ധം നഷ്ടപ്പെടുമെന്നറിയാം. സ്വർഗവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം പറഞ്ഞത്. സ്വന്തം പുത്രനെ ആദരിച്ചില്ല, സ്വന്തം പുത്രൻ്റെ നിലവിളി കേട്ടില്ല, അവൻ്റെ യാചന അല്പം പോലും കേട്ടില്ല. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ഇതാ തള്ളപ്പെട്ടവനാണ്. ദൈവകോപത്തിൽ വെന്തരിയാൻ അവനെ വിട്ടുകൊടുത്തു ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവം അനുകൂലം എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത സകല മ്ലേച്ഛതയും, കോടാനുകോടി പാപത്തിൻ്റെ വലിയ ഭാണക്കെട്ട്, മുതുകിലിരുന്ന വലിയ കൂന്, ദൈവത്തിൻ്റെ സ്തോത്രം, പാപം ചെയ്യാനുള്ള പ്രവണതകൾ, അത് മാത്രമായിട്ട് ജീവിച്ച യൗവനകാലം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പിതാക്കന്മാരുടെ ശാപം പേറിക്കൊണ്ട് നടന്നവനാണ് ഞാൻ. എൻ്റെ പിതാക്കന്മാർ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ചെയ്യാൻ തന്നെ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നല്ലാതെ വേറെ യാതൊരു ചിന്തയുമില്ല. പള്ളിയിൽ പോകുമ്പോഴും യോഗത്തിന് പോകുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുമ്പോഴും എല്ലാം അകത്ത് കിടക്കുന്ന ചിന്ത സൂഹിക്കണം. പിതാക്കന്മാരുടെ ശാപം പേറിക്കൊണ്ട് നടന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ ശാപം മാറ്റാൻ, എൻ്റെ പാപം മാറ്റാൻ, എനിക്ക് സ്വാതന്ത്ര്യം തരുവാൻ, എനിക്ക് നാവിൽ സ്തുതി തരാൻ, എനിക്ക് ആത്മാവിൻ്റെ ബന്ധനം അഴിച്ചു കിട്ടാൻ, എനിക്ക് സ്വർഗതുല്യമായ ജീവിതം നയിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ പിതാവ് തൊൻ്റെ പുത്രനെ ആദരിക്കാതെ ക്രൂശിലേക്ക് പറഞ്ഞു വിട്ടു. അതാണ് ഇവിടെ പറഞ്ഞത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമോ? പ്രത്യേകം ശ്രദ്ധിക്കണമേ, അവനോടുകൂടിയാണ് സകലവും തരുന്നത്. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും അവനോടുകൂടി. അവനുണ്ടെങ്കിൽ, അവനെ മാനിക്കുന്നുണ്ടെങ്കിൽ,
അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ വചനം അനുസരിക്കുന്നുണ്ടെങ്കിൽ, അവൻ എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന കാര്യപരിപാടി എന്താണെന്ന് മനസ്സിലാക്കി അതും പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ, അവൻ്റെ ആത്മാവിനെ കീഴ്പ്പെടുന്നുവെങ്കിൽ, അവൻ്റെ രക്തത്തെ മാനിക്കുന്നുവെങ്കിൽ, അവൻ്റെ ക്രൂശിലേക്ക് നോക്കുന്നുവെങ്കിൽ, അവനെ മാനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ, അവൻ്റെ സാക്ഷിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ, അവനോടുകൂടി സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കും. സ്വർഗത്തിൻ്റെ ഒരു ആഹ്വാനമാണ്. എത്ര പേര് ചെവിക്കൊള്ളുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. അവനെ മാനിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എന്താ അവനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ ഇവിടെ വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപം മാറ്റാനാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 എനിക്ക് തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാതിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ ഭൂമിയിൽ നിന്ന് വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യവർഗത്തിൻ്റെ സാത്താൻ്റെ ആധിപത്യം മാറ്റുക, പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ ആ പാപം ചെയ്യുന്ന പ്രവണത മാറ്റുക, അവൻ്റെ സ്വഭാവം മാറ്റുക, അവൻ്റെ മുഖം ഉയർത്തുക, അവൻ്റെ കൂന് നിവർത്തുക, അവന് സ്വർഗത്തിലേക്ക് നോക്കാൻ അവനെ പഠിപ്പിക്കുക. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടതെന്ന് പറയുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുമെന്നുള്ള വചനം നിവൃത്തിയാക്കാൻ ദൈവം ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു. സ്തുതിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഭാരമില്ലാത്ത മനുഷ്യനും. ഫിലിപ്പിയർ ലേഖനത്തിൽ വ്യക്തമായിട്ടുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധി അറിയിക്കട്ടെ. നിങ്ങൾ സ്തുതിക്കേണ്ടവരാണ്, നിങ്ങളുടെ നാവിൽ സ്തുതി വരേണ്ടവരാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ശരി, അതെനിക്കറിയാം. സ്തോത്രത്തോടെ ദൈവസന്നിധി അറിയിക്കാനല്ലാതെ ഭാരപ്പെടാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല, വിചാരപ്പെടാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വെറും ജാതികൾ ചെയ്യേണ്ട ജോലിയാണ് വിചാരപ്പെടുക, നാളെക്കുറിച്ച് വിചാരപ്പെടുക, ഭാരപ്പെടുക, ആകലപ്പെടുക, ടെൻഷൻ എടുക്കുക, നിലവിളിക്കുക. ഇതൊക്കെ ജാതികൾ ചെയ്യേണ്ട കാര്യമാണ്. വചനം കേട്ടവർക്കുള്ളതല്ല, ക്രിസ്തുവിനെ കണ്ടവർക്കുള്ളതല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയവർക്കല്ല, ക്രിസ്തുവിൻ്റെ രക്തം വീണവർക്കല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർക്കുള്ള ജോലി അല്ലത്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുകൂലം, സ്വർഗം നമുക്ക് അനുകൂലം, പിതാവ് നമുക്ക് അനുകൂലം, പുത്രൻ തമ്പുരാൻ നമുക്ക് അനുകൂലം, പരിശുദ്ധാത്മാവ് നമുക്ക് അനുകൂലം. പിന്നെ ആരാ? ഞാനാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. എനിക്ക് വേണ്ട, എനിക്ക് ഈ ഭൂമിയിലെ കാര്യം നോക്കിയാൽ മതി. അബ്രാമിൻ്റെ സംസർഗത്തിൽ കഴിഞ്ഞ ലോത്ത് എത്ര നാളിൽ അബ്രാമിൻ്റെ കൂടെ ജീവിച്ചവനാണ്? വല്ല വ്യത്യാസം വന്നോ? അബ്രാമിൻ്റെ സ്വത്തിലേക്കായിരുന്നു ലോത്തിൻ്റെ നോട്ടം, അബ്രാമിൻ്റെ സ്വഭാവത്തിലേക്കല്ല. അബ്രാം ആരാഗ്യം ദൈവത്തെങ്കിലേക്കല്ല, അബ്രാമിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കല്ല, അബ്രാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചല്ല, അബ്രാമിൻ്റെ ക്വാളിറ്റിയിലല്ല നോക്കിയത്. അബ്രാമിനെ മാറ്റിമറിച്ച ദൈവത്തെയല്ല ഈ ലോത്ത് കണ്ടത്. അവൻ കണ്ടത് അബ്രാമിൻ്റെ സ്വത്തിലേക്കാണ്. അനേകരെ ലോത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവരാണ്. അബ്രാമിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു കാര്യമില്ല. അബ്രാമിൻ്റെ ദൈവത്തെ കാണാൻ പറ്റിയില്ല. അവൻ അന്നും ഇന്നും എന്നും അവൻ്റെ അബ്രാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലോകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു സമയം വന്നപ്പോൾ ആ ലോകത്തിൻ്റെ ആത്മാവ് അവനെ വലിച്ചടിച്ചുകൊണ്ട് സോദോമിലേക്ക് കൊണ്ടുപോയി. ഇന്ന് അനേകരുടെ അനുഭവം അതാണ് പ്രിയപ്പെട്ടവർ. നല്ല കൂട്ടായ്മയുണ്ടെങ്കിലും രക്ഷപ്പെടണമെന്നില്ല, വചനം കേട്ടെങ്കിലും രക്ഷപ്പെടണമെന്നില്ല, വേറെ ദിവസം വീട്ടിലുള്ളതുകൊണ്ടും രക്ഷപ്പെടണമെന്നൊന്നുമില്ല, നല്ല സഭയിൽ നിന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല, ഒരാദ്യ സ്നേഹം കിട്ടിയെന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. ഈ ലോകത്തിന് വെളി ലഭിച്ചവനാണോ? അല്ലല്ലോ. പിന്നെന്തിനാ അബ്രാമിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മൾ അറിഞ്ഞാലും അറിയാതെയാലും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വലിച്ചടിച്ചുകൊണ്ട് ഓരോ സത്രത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മളാണ് തോൽപ്പിക്കുന്നത്, നമ്മളാണ് തകർക്കുന്നത്. സ്തോത്രം. നാളുകൾ അബ്രാഹാമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൻ അബ്രാഹാമിൻ്റെ ദൈവത്തെ കാണുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. പക്ഷെ നടന്നില്ല. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഈ യൂദയ്ക്ക് വല്ല മാനസാന്തരം വരുമോ എന്ന് ദൈവം പ്രതീക്ഷിച്ചു. മാനസാന്തരപ്പെടാമായിരുന്നു. ഇല്ല, അവൻ മാനസാന്തരപ്പെട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനെന്ന് പറഞ്ഞ മനുഷ്യൻ എന്നിൽ വ്യാപരിക്കുന്ന ഒരു വലിയ പിശാചുണ്ട്. അവൻ ഒരിക്കലും ഒരു മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കില്ല. ഒരിക്കലും അവൻ്റെ മുഖത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. ഒരിക്കലും അവൻ സ്വർഗരാജ്യത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല. ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ വ്യാപരിക്കാൻ സമ്മതിക്കത്തില്ല. ആത്മാവ് വ്യാപരിച്ചാൽ പോലും അത് നഷ്ടപ്പെടുത്തിക്കാനുള്ള എല്ലാ തന്ത്രവും അവൻ പ്രയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ആ പഴയ മനുഷ്യൻ, റോമർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ടുണ്ട്, ഒരു വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്ക് ഒരു വിശ്വാസം വേണം. റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്. പഴയ മനുഷ്യൻ മരിക്കും,
അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നീ എങ്ങനെല്ലാം ജീവിച്ചാലും ഏതെല്ലാം പാരമ്പര്യമുള്ളവനാണേലും ശരി, നിന്റെ പഴയ മനുഷ്യൻ മരിച്ചേ പറ്റുള്ളൂ. സ്വർഗത്തിൻ്റെ കാര്യപരിപാടി അതാണ്. ദൈവം അനുകൂലം എന്ന് പറയുന്ന കാര്യം അതാണ്. നിന്റെ പഴയ മനുഷ്യൻ മരിക്കണം. വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ഒരു മനുഷ്യൻ പുതിയ മനുഷ്യനായി തീരുക, പഴയ അവൻ്റെ സ്വഭാവം പൂർണ്ണമായി മാറുക. എങ്ങനെ? അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കും. അവന് അനുവാദം കൊടുക്കുമ്പോൾ, അവൻ മാനസാന്തരപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ദൈവത്തിന് അവൻ തല കുനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനായി അവൻ വിധേയപ്പെടുമ്പോൾ, യേശുവിൻ്റെ ക്രൂശിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, യേശു അതിനുവേണ്ടി കൊടുത്ത വില എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ തല കുനിക്കും. എനിക്ക് മനസ്സാണ്, എനിക്ക് സമ്മതമാണ്. 22-ാമത്തെ വയസ്സ് സംഭവിച്ചതാണ്. കർത്താവേ, ഞാൻ ശുദ്ധനാണ്, ഒരു മനുഷ്യർക്കും എന്നെ മാറ്റാൻ പറ്റില്ല, എനിക്ക് പോലും എന്നെ മാറ്റാൻ പറ്റില്ല. എൻ്റെ കണ്ണിനെ ആരും നിയന്ത്രിക്കും? എൻ്റെ ചിന്ത ആരും നിയന്ത്രിക്കും? എൻ്റെ വികാരം ആരും നിയന്ത്രിക്കും? എൻ്റെ ആഗ്രഹം ആരും നിയന്ത്രിക്കും? ഞാൻ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്, കണ്ണ് പൊട്ടനായി ജനിച്ചാൽ എത്ര നല്ലതായിരുന്നു. കണ്ണോട് പാവം ചെയ്യില്ലല്ലോ. അല്ല പ്രിയരെ, കണ്ണുള്ളവനായി കണ്ണ് വേണ്ടാത്തടത്ത് നോക്കാത്തവനായി മാറ്റാനാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി. വികാരമുള്ളവനായി ജീവിച്ചിട്ട് യൗസേപ്പിനെ പോലെ ജീവിക്കാനാണ് ദൈവം കണ്ടിരിക്കുന്നത്. യൗസേപ്പിൻ്റെ പ്രത്യേകതയൊന്നുമല്ല. യൗസേപ്പിൻ്റെ മേലെ ഒരു ആത്മാവ് വ്യാപരിച്ചു. അശുദ്ധിയോട് യാത്ര പറഞ്ഞ് അശുദ്ധി വെറുക്കുന്ന ഒരു ആത്മാവ്. അത് ഞാൻ നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. യൗസേപ്പിനെ മുടുക്കൊണ്ടൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര തരംതാണ രീതി ജീവിച്ച മനുഷ്യനാണേലും അവനെ മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് ദൈവം അനുകൂലം എന്ന് പറയുന്നത്. എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും, നീ ആള് മാറും. ദൈവത്തിന് സ്തോത്രം. ഒരു ലോകമനുഷ്യനായി നടന്ന ശൗല് അവനിതാ പ്രവചിച്ച് നടക്കുന്നു. അതെന്താ? അവൻ്റെ മേൽ പ്രവചനത്തിൻ്റെ ആത്മാവിനെ ദൈവം കൊടുത്തു. ആൾ മാറി. പക്ഷെ അതൊക്കെ താൽക്കാലമാണ് കേട്ടോ. അവനെ എൻ്റെ വിലയും നിലയും മനസ്സിലാക്കി നിന്നിരുന്നെങ്കിൽ അവൻ ഇസ്രായേലിൻ്റെ രാജാവായി ദീർഘകാലം വന്നേനെയും. മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധം അതാണ്. ഒരു ആദ്യ സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ എല്ലാമായും ചിന്തിക്കും. ഈ ലഭിച്ച ആത്മാവ് നഷ്ടപ്പെടില്ലെന്ന് വിചാരിക്കും. എൻ്റെ പഴയ മനുഷ്യനെല്ലാം മരിച്ചു എന്ന് വിചാരിക്കും. അല്ല പ്രിയരെ, ഒരു ടേസ്റ്റ് തന്നതാണ്, സ്വർഗത്തിൻ്റെ ടേസ്റ്റ്. ഒരു ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസം ലഭിക്കാനും, എനിക്ക് മാറ്റം സംഭവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടുവാനും, ദൈവം നല്ലവനാണെന്നുള്ള ഉറപ്പിന് കിട്ടുവാനും, ദൈവനെ സ്നേഹിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആദ്യ സ്നേഹം തന്നത്. നിനക്ക് വിശുദ്ധനായി ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. നിൻ്റെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നിൻ്റെ അവസ്ഥയിൽ നിനക്ക് മാറാൻ പറ്റും. ഞാൻ നിന്നെ മാറ്റും, നീ അനുവാദം തന്നാൽ മാത്രം മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം അനുകൂലം. പക്ഷേ മനുഷ്യൻ പ്രതികൂലമാണ്. നമുക്ക് വീണ്ടും വായിച്ചു നോക്കാം. ഒരു വിശ്വാസതാണ്, എനിക്ക് പാപത്തിന് മേൽ ജയമുള്ള ജീവിതമുണ്ട്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന, അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട് പാപം എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ദൈവം എനിക്ക് തരും. അതൊരു വിശ്വാസമാണ്. പാപസംബന്ധമായൊരു മരണമുണ്ട്. ക്രിസ്തുവിനോട് ഉയർത്തുന്നേക്കുന്ന ഒരു അനുഭവമുണ്ട്. പാപത്തിന് തൊടാൻ പറ്റാത്തൊരു ജീവിതമുണ്ട്. അത് ക്രിസ്തു എനിക്ക് തരും. അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ആത്മാവ് നിറവിൽ എനിക്ക് സാധിക്കും. അതൊരു വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം, റോമർ 6:10. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ പാപത്തിന് അവന് പരിഹാരം വരുത്തി. ഇനി എനിക്ക് പാപത്തിൽ കഴിയേണ്ട കാര്യമില്ല. ഞാൻ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ്. എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി, എൻ്റെ ന്യായവിധി മാറ്റിത്തന്ന്, എൻ്റെ നരകം മാറ്റിത്തന്ന്, എനിക്ക് സുന്ദരമായ ജീവിതം തന്ന, സമാധാനം തന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അവിടെയാണ് മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. ദൈവം അനുകൂലമാണ്, പക്ഷെ മനുഷ്യന് അനുകൂലമായേ പറ്റുള്ളൂ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് എനിക്ക് മരണം സംഭവിച്ചു. ഞാൻ ഉയർത്തുന്ന എൻ്റെ ക്രിസ്തുവിനെ പോലെ പാപം തൊടാത്തവനായി ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തരുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിറവെനിക്ക് വേണം. എല്ലാ ബന്ധനങ്ങളും, അകത്ത് കിടക്കുന്ന എല്ലാ പാപത്തിൻ്റെ വേരുകളും കത്തിച്ചാമ്പലായി പോയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവർക്കാണത് കിട്ടുന്നത്. അപ്പോൾ ദൈവം അനുകൂലമാണെങ്കിലും ഞാൻ അതിനു വേണ്ടി ദാഹിക്കുകയും ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്യാതെ ഇരുന്നാൽ അത് നഷ്ടമായി കളയും. ദൈവത്തിൻ്റെ കാര്യം ഒരുവിടെ തകർന്നു പോകും. മൂന്നാമത്തെ കാര്യം എന്താണ്? റോമർ 6:17. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ദൈവത്തിന് എങ്ങനെയാണ്? ഹൃദയപൂർവ്വം വചനം അനുസരിക്കണം. എങ്ങനെ അനുസരിക്കാൻ പറ്റും? ആത്മാവുള്ളവർക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ലാതെ വചനം അനുസരിക്കാൻ സാധ്യമല്ല. കോപിക്കരുതെന്ന് പറയുന്നു, വചനം പറയുന്നു. എങ്ങനെ കോപിക്കാതിരിക്കാൻ പറ്റും? മനുഷ്യ പ്രവണത കോപിക്കാനുള്ളതാണ്. മനുഷ്യ പ്രവണത ക്ഷമിക്കാതിരിക്കാനുള്ളതാണ്. മനുഷ്യ പ്രവണത അശുദ്ധിയിലേക്ക് പോകാനുള്ളതാണ്. മനുഷ്യ പ്രവണത ലോകത്തിലേക്ക് പോകാനുള്ളതാണ്. മനുഷ്യ പ്രവണത ഈ ലോകത്തിലെ സുഖിച്ച് ജീവിക്കണം, നിത്യതയെ മറന്നു പോകണം എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളവന് ഇതെല്ലാം സാധിക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ചിലർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാര്യമല്ല. ആബാലവൃത്ത ജനങ്ങൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിനെ വിശ്വസിക്കുന്ന മനുഷ്യനെ അവന് വചനമനുസരിക്കാനുള്ള കൃപ കൊടുക്കും. നീ കോപിക്കരുതെന്ന് പറയുന്ന അതേ ആത്മാവ് കോപിക്കാനുള്ള ദുരാത്മാവിനെ ഹൃദയത്തിൽ നാട്ടി പുറത്താക്കും. ശാന്ത സ്വഭാവവും സൗമ്യ മനസ്സും നമുക്ക് തരും. ആത്മാവിൻ്റെ സ്വഭാവം അതാണ്. ആത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രജയം. ഇതാര് തരുന്നതാണ്? ആത്മാവുള്ളവരുടെയാണ്. എൻ്റെ പ്രിയരെ, ഞാൻ എത്ര പാപിയാണെന്ന് പറഞ്ഞാലും ശരി, എത്ര പാപം ചെയ്തവനാണെന്ന് പറഞ്ഞാലും ശരി, എത്രമാത്രം പാപപ്രണത കഴിഞ്ഞവനാണെന്ന് പറഞ്ഞാലും ശരി, നീ ആൾ മാറും. നീ ആൾ മാറിയേ പറ്റുള്ളൂ. നീ ആൾ മാറാതെ നിനക്ക് സ്വർഗ്ഗരാജ്യത്ത് കടക്കാൻ പറ്റുകയില്ല. എബ്രാഹിം 12 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതിൻ്റെ ആഴം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂമിയിൽ വെച്ചും കാണുകയില്ല, അവിടെ ചെന്നാലും കാണുകയില്ല. കർത്താവിനെ കാണുക എന്ന് പറഞ്ഞാൽ കണ്ടുകില്ലെങ്കിൽ പിന്നെ എന്താണ് ക്രിസ്തീയത്തിൻ്റെ മനോഹാരിത? യേശു ക്രിസ്തുവിനെ, എനിക്ക് വേണ്ടി ജീവൻ തന്നവനെ, എന്നെ സ്നേഹിക്കുന്നവനെ, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നവനെ ഞാൻ കാണുന്നില്ലെങ്കിൽ ഈ ഭൂമിക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇവിടെ വെച്ചും കാണുകയില്ല, കടന്നു ചെന്നാലും കാണുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, ഒരാഴ്ച എപ്പോഴും തീർന്നു പോകാം. തീർന്നു പോകുന്നതിന് മുമ്പ് നേടിയെടുത്തില്ലെങ്കിൽ നഷ്ടം തന്നെ, നഷ്ടം തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നൊരു വിശ്വാസമാണ്, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. 2 ഒരു ഉറപ്പാണ്, പാപത്തിൽ മരിച്ചവനെന്നുള്ള ഉറപ്പ്. 3ാമത്തെ കാര്യമാണ് സ്വാതന്ത്ര്യം. അതൊരു സ്വാതന്ത്ര്യമാണ്. എന്താ? അനുസരിക്കുന്നവർ, ഹൃദയപൂർവ്വം അനുസരിക്കുന്നവർക്ക് ഒരു സമർപ്പണമാണ്. അതിനു വേണ്ടിയുള്ള സമർപ്പിക്കുകയാണ്. എനിക്ക് കർത്താവ്, ഈ അനുഭവം എനിക്ക് വേണം, നീ എനിക്ക് തന്നേ പറ്റുകയുള്ളൂ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്, പൂർണ്ണമായി കൊടുക്കുകയാണ്. വ്യവസ്ഥ കൂടാതെ കൊടുക്കുകയാണ്. എൻ്റെ സകല കാര്യങ്ങളും നോക്കാൻ ശക്തനാണ്. ഞാൻ അവനെ ഏൽപ്പിച്ചാവുന്നത് ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തെല്ലാം ബലഹീനതയുണ്ടോ എനിക്കത് വിഷയമുള്ള കാര്യമല്ല. ഞാനിവിടെ എന്തെല്ലാം നേടണോ അതെൻ്റെ കർത്താവ് എനിക്ക് തരും. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല, ഉയരത്തിലെ കാര്യങ്ങൾ തന്നെ ചിന്തിക്കുക. നമ്മുടെ ഹൃദയം പറക്കും, മുകളിലേക്ക് പറക്കും. ഇവിടെ എല്ലാം നിസ്സാരം. എന്ത് കിട്ടിയ എന്ത് പ്രയോജനം? അല്പകാല ജീവിതം. മക്കൾക്ക് സമ്പാദിച്ചിട്ട് എന്ത് പ്രയോജനം? അവർക്കതൊക്കെ സമ്പാദ്യം തന്നെ വേണോ? അവർക്ക് ദൈവവും വേണ്ട, അപ്പൻ്റെ സമ്പാദ്യവും വേണ്ട. അവർക്ക് അവരുടേതായ ജീവിതം. ഇങ്ങനെയുള്ള ലോക ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? എൻ്റെ യേശുക്രിസ്തു എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. നിൻ്റെ പരിശുദ്ധ രക്തം വീഴിക്കണമേ. രക്തം വീണ സ്ഥലത്ത് പിതാവിൻ്റെ കോപം എന്നെ കാണുകയില്ല. പുത്രൻ്റെ രക്തം എവിടെ വീണുവോ, പുത്രൻ്റെ രക്തത്തിൽ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവന് ധൈര്യത്തോടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ആ നിഷ്കളങ്ക രക്തം ഗുണകരമായി സംസാരിക്കുന്നതാണ്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ആ രക്തമാണ് മനുഷ്യനെ പിതാവിലേക്ക് അടുപ്പിക്കുന്നത്. ആ രക്തമാണ് മനുഷ്യനെ പിതാവായ ദൈവമായിട്ട് നിരപ്പിക്കുന്നത്. ആ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏത് മനുഷ്യനെയും പിതാവായ ദൈവം പിന്നെ അവൻ്റെ ചെയ്ത പാപങ്ങളൊന്നും കണക്കെടുക്കുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ രക്തത്തിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ? അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ? നാം രൂപാന്തരപ്പെടുന്നുണ്ടോ? നമ്മുടെ പഴയ സ്വഭാവം മരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിഗൂഢതയിൽ കിടക്കുന്ന പല പാപങ്ങളും ഇപ്പോൾ വേരായിട്ട് അവിടെ കിടക്കുകയാണ്. അനുകൂല സാഹചര്യം വരുമ്പോൾ അത് കിളുക്കും, യാതൊരു സംശയമില്ല. അതുകൂടെ ദഹിച്ചു പോകാൻ സ്വർഗത്തിൻ്റെ തേജ്വാല താഴേക്ക് ഇറക്കി. പ്രിയപ്പെട്ടവർ, ഏലിയാവ് പ്രാർത്ഥിച്ചു. എൻ്റെ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നും ഞാൻ നിൻ്റെ ഹിതപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഈ ജനം അറിയേണ്ടതിന് നീ തീ ഇറക്കണം. ജനം അറിയണമെങ്കിൽ തീ ഇറങ്ങിയേ പറ്റുള്ളൂ. ജനങ്ങൾ രൂപാന്തരപ്പെടണമെങ്കിൽ തീ ഇവിടെ ഇറക്കണം. ആ യാഗപീഠം നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള യാഗപീഠം. യാഗപീഠം ഒരുക്കാന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായി വിട്ടേ പറ്റുള്ളൂ. ലോകത്തിലെ യാതൊരു കാഴ്ചപ്പാടും പറ്റില്ല. എല്ലാം വിട്ടവൻ്റെ മേലെ മാത്രമേ തീ ഇറങ്ങുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ദാവീദ് ഗോലിയാത്തിനെ ജയിക്കാൻ പോകുമ്പോൾ, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഇസ്രായേലിലൊരു ദൈവമുണ്ടെന്ന്. ഇസ്രായേലൊരു ദൈവമുണ്ട്. അല്ലാതെ ദാവീദിന് വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലൊരു ദൈവമുണ്ടെന്ന് ജനം അറിയണം. ജനത്തിന് വിശ്വാസമൊന്നുമില്ല.
ഒരുവനായ ഞാൻ ഈ ഈ കല്ലും ഈ വടിയുമായിട്ട് പോകുന്ന ഞാൻ, എൻ്റെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മൾക്ക് വേല ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ അനുഭവം ഇല്ലെങ്കിൽ എന്ത് വേല? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെയും റോമർ 6:22 ഒന്ന് വായിച്ച്. റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. നിത്യജീവൻ്റെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വചനത്തിലുണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. ഒരു നിത്യജീവൻ്റെ അവകാശം പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല. മാനസാന്തരം കിട്ടും, ആദ്യ സ്നേഹം കിട്ടും, പാപത്തിന്മേ ജയമൊക്കെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് കിട്ടും. പക്ഷേ നിരന്തരമായിട്ടുള്ള ആ പോക്കുകൊണ്ടാണ് നിത്യജീവൻ. ദൈവം നമുക്ക് അനുകൂലമാണ് കേട്ടോ. ഈ നിത്യജീവൻ നമുക്ക് തരാൻ ദൈവം അനുകൂലമാണ്. നഷ്ടപ്പെട്ടാൽ അത് സഹോദര നിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നിനക്കത് വിലയുള്ളതായി കാണുന്നില്ല. നീന് വില കൊടുക്കാൻ നിനക്ക് മനസ്സില്ല. ജീവിതം കർത്താവിൻ്റെ കരയിൽ കൊടുക്കാൻ മനസ്സില്ല. രക്തത്തിൽ ആശ്രയിക്കാൻ മനസ്സില്ല. ആത്മാവിനെ പ്രാപിക്കാൻ കാത്തിരിക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ടാണ് നിത്യജീവൻ നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് നിൻ്റെ കുഴപ്പമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിന്നെ നോക്കിക്കൊണ്ട് നിൻ്റെ ഒരു കുടുംബമുണ്ട്, ഒരു തലമുറയുണ്ട്. ആ തലമുറയ്ക്കെല്ലാം നീ കണക്ക് പറയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതാണ് എന്നെ ഏറ്റവും പേടിപ്പിക്കുന്നൊരു കാര്യം. എൻ്റെ സഹോദരന്മാരൊന്നും ഈ സത്യം അറിയുന്നില്ല, എൻ്റെ ഇളയ സഹോദരനെ ഒഴിച്ചിട്ട്. പക്ഷേ അവരുടെ ആത്മാവ് കിടന്ന് കേണുകയാണ്. ഞങ്ങൾക്കോ സാധിക്കുന്നില്ല, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവർ ജീവനോട്ടുണ്ട്. ഞാൻ താൽക്കാലികമായി പറഞ്ഞ ഒരു സ്റ്റേ ഓർഡർ ദൈവത്തിന് വാങ്ങിച്ചിരിക്കുകയാണ്. അവരെ ഇപ്പോൾ വിളിക്കല്ലേ, ഒരു ജീവനിൽ അവർ കടന്നു പോകാനുള്ളൊരു ഭാഗ്യം അവർ കൊടുക്കണമെന്നാണ്. ഒരു വെളിച്ചത്തിൽ കടന്നു പോകാൻ. അതിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരെ എതിർക്കുന്നുണ്ടെങ്കിലും അവരുടെ ആത്മാവ് കിടന്ന് കരയുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ അപ്പൻ ഞാൻ അറിയാതെ ഈ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ കടന്നുപോയി. എവിടെയാണ് പോയതെന്ന് എനിക്കറിയാൻ പാടില്ല. ആ ആത്മാവും കഴിയണം. മകനെ, നീ ഭൂമിയിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നിൻ്റെ പ്രാർത്ഥന ദൈവം മാനിക്കുന്നതാണ്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന എൻ്റെ അപ്പൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ലോകത്തിലേക്ക് പോകാൻ പറ്റുകയില്ല, എനിക്ക് പിന്മാറിപ്പോകാൻ പറ്റുകയില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. ഈ ആത്മാക്കളുടെ നിലവിളി ഞാൻ കേൾക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ഹേമം വരികയാണ്. ഞാൻ എങ്ങനെ നിസ്സാരനായി നിൽക്കും? എനിക്ക് ദൈവത്തെ പൂടിയേ കഴിയുള്ളൂ. എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. കടന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് ആയുസ് നേടിത്തരണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എനിക്ക് എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഏലിയാവ് എൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ വീണു. ഏലിശയുടെ മേൽ വീണപ്പോൾ ഏലിശ പറയുകയാണ്, ഞാൻ വീട്ടിൽ പോയി വിടുന്ന അനുവാദം ചോദിക്കട്ടെ. ഏലിയ പറയുന്നൊരു കാര്യമുണ്ട്, പൊയ്ക്കോളൂ, പോകണമെങ്കിൽ പൊയ്ക്കോളൂ എന്നൊക്കെ. പക്ഷേ ഞാൻ നിനക്ക് എന്ത് ചെയ്തെന്നുള്ള കാര്യം നീ ഓർക്കണം. ഞാൻ വെറുതെ ഒരു കാര്യമൊന്നുമല്ല. 12 കാളയുടെ പുറകിൽ നിന്നെ കൈവിട്ടത് വെറുതെ ഒന്നുമല്ല. സ്വർഗത്തിൻ്റെ ശക്തിയാണ് നിൻ്റെ മേൽ ഇറങ്ങി വന്നത്. സ്വർഗത്തിൻ്റെ വിളിയാണ് നിൻ്റെ മേൽ വന്നത്. നീ കാളെ പൊട്ടിക്കൊണ്ട് അടക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ പിതാക്കന്മാർ ജീവിച്ചോളം നിനക്ക് ജീവിക്കാം. പക്ഷേ ഒരു വലിയ ശക്തി നിൻ്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നീ മനസ്സിലാക്കണം. നിൻ്റെ വീട്ടിലേക്ക് എന്നാൽ നിനക്ക് തിരിച്ചു വരാൻ പറ്റുകയില്ല. പോകണമെങ്കിൽ പൊയ്ക്കോളൂ. സ്വർഗ്ഗം എപ്പോഴും അങ്ങനെ പറയുള്ളൂ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ആ ഭൂതഗ്രസ്തനായ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കാൻ വന്നാണെന്ന് ചോദിച്ചു. നീ എന്നെ സമയത്തിന് മുമ്പ് എന്നെ നശിപ്പിക്കാൻ വന്നാണെന്ന് ചോദിച്ചു. ദുരാത്മാക്കളുടെ വ്യൂഹമാണ് അവനെ കൊണ്ട് അത് പറയിപ്പിച്ചത്. പക്ഷേ ഒരു വലിയ സത്യമുണ്ട്. ദൈവം അവൻ്റെ ദുരാത്മാക്കളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവന് വന്നൊരു മാറ്റം എന്നറിയാം. അവൻ സുബോധം പൂണ്ടും വസ്ത്രം ധരിച്ചും യേശുവിൻ്റെ കാൽപാദങ്ങളിലിരുന്നു. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലെ കാര്യം വായിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അവൻ എന്താണ് ചെയ്തത്? അവൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്താണ്? അവൻ ശാന്തനായി, സുബോധമുള്ളവനായി, അവൻ വസ്ത്രം ധരിച്ചു, അവൻ യേശുവിൻ്റെ കാൽപാദങ്ങളിലിരിക്കുക. എന്നിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ, ഞാനും നിൻ്റെ കൂടെ വരട്ടെ എന്ന്. ഈ മാറ്റം ആര് തന്നു? വൈദ്യശാസ്ത്രമാണോ? സൈക്കോളജിസ്റ്റ് ആണോ? ആരവൻ്റെ ബന്ധനം അഴിച്ചത്? ആരവൻ്റെ ദുരാത്മാക്കളെ പുറത്താക്കിയത്? ആരവന് വസ്ത്രം കൊടുത്ത് അവനെ വസ്ത്രം ധരിപ്പിക്കുമാറാക്കിയത്? അവന് സുബോധം കൊടുത്തത് ആരാണ്? അവൻ യേശുവിൻ്റെ കാൽപാദങ്ങളിൽ ഇരുന്നുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോലെ ആഗ്രഹം കൊടുത്തത് ആരാണ്? ഇതെല്ലാം ദൈവം ചെയ്തിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനും കൂടെ പോരട്ടെ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒത്തിരി ഒക്കെ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറയണം, ഞാൻ ഒന്നിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, യാചിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. രാപ്പകൽ നിലവിളിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തരും. മനുഷ്യർ സ്ഥിരമായിട്ട് വാസം ചെയ്ത് മനുഷ്യൻ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ കിട്ടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്നുണ്ടോ? കാത്തിരിക്കുന്നുണ്ടോ? അനുസരിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് മനോഹരമായ ജീവിതമുണ്ട്. കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാവട്ടെ. ദൈവത്തിന് സ്തോത്രം.